അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്ക്വയറിങ്ങിനെ പറ്റിയാണ്. സ്ക്വയറിങ് എന്താ വെച്ചാൽ മാജിക് സ്ക്വയറിങ്. ഏത് നമ്പറിൻ്റെയും ലാസ്റ്റ് നമ്പർ 5 വരുമല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ടോപ്പിക് എഴുതാം. ദിസ് ഈസ് മാജിക് സ്ക്വയറിങ് വിത്ത് 5. ഓക്കെ, ഇതാണ് നമ്മുടെ ടോപ്പിക് ഇന്നത്തെ. അപ്പോൾ ഒരു നമ്പർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 35 ആണ് വിചാരിച്ചോ. 35 ആ നമ്പറിനെ തന്നെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 35 ഇൻറ്റു 35 സെയിം നമ്പർ, പക്ഷേ ലാസ്റ്റ് നമ്പർ 5 ആയിരിക്കണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 45 മൾട്ടിപ്ലൈ ബൈ 45. അങ്ങനെ ഏത് നമ്പറിൻ്റെയും എൻഡ് 5 ആയിരിക്കണം. അങ്ങനത്തെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ മാജിക്കാണിത്. എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഈ 5 ഇൻറ്റു 5 ഈ ലാസ്റ്റ് നമ്പർ 5 ഇൻറ്റു 5, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യേണ്ട. ജസ്റ്റ് ഇത് തന്നെ വിചാരിച്ചോ, ഈ നമ്പറിനെ ഈ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 5 എത്രയാണ്? 25. അതിവിടെ എഴുതാം 25. ഓക്കെ, ഇനി ഈ നമ്പർ എത്രയാണ്? 3. അപ്പോൾ 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ വരുന്നത് ഏതാണ്? 3യിൽ ഒന്ന് പ്ലസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എത്രയാണ്? 4. അപ്പോൾ 3 ഇൻറ്റു 4 എത്രയാണ്? 12. അപ്പോൾ നിങ്ങളുടെ ആൻസറായി 1225. മനസ്സിലായോ? ഇനിയിപ്പോൾ 45 ഇൻറ്റു 45. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 5 ഇൻറ്റു 5 എത്രയാണ്? 25. ഇനി 4ൽ +1 ആഡ് ചെയ്ത് എത്ര കിട്ടും? 5. അപ്പോൾ 4 5s are 20. സോ യുവർ ആൻസർ ഈസ് 2025. ഇനിയിപ്പോൾ വേറൊരെണ്ണം കാണിച്ചു തരാം. 65 മൾട്ടിപ്ലൈ ബൈ 65. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ പറഞ്ഞേ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 5 ഇൻറ്റു 5 25. അത് കഴിഞ്ഞ് ഇവിടെ എന്ത് ചെയ്യണം? 6 + 1 എത്രയാണ്? 7. അപ്പോൾ 6 7s are 42. സോ യുവർ സിമ്പിൾ ആൻസർ ഈസ് 4225. വേറൊരു നമ്പർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 95 മൾട്ടിപ്ലൈ ബൈ 95. അപ്പോൾ എത്രയാണെന്ന് നിങ്ങൾ പറഞ്ഞ ആൻസർ പറഞ്ഞാൽ എത്രയായിരിക്കുന്നത്? 5 5s are 25. 9ൽ +1 ചെയ്യുമ്പോൾ എത്രയാവും? 10. അപ്പോൾ 9 + 9 ഇൻറ്റു 10 ഈസ് 90. സോ യുവർ ആൻസർ ഈസ് 9025. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതേപോലെ ഏത് നമ്പറും എൻഡിങ് വിത്ത് 5ൽ ഇതേപോലെ 2 ഡിജിറ്റ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5ൽ നമ്മങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അധികം മൾട്ടിപ്ലൈ ചെയ്തിരിക്കേണ്ടി വരില്ല. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഇവിടെ 3 or 4 സാമ്പിൾസാണ് കാണിച്ചു തരിക. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത്ര നമ്മൾ ഇതിൽ നല്ല പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ചെറുതാണെങ്കിലും നിങ്ങളുടെ പ്രാക്ടീസാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഈ കണക്കുകൾ മനസ്സിലാവാൻ പറ്റും.